പാചകവാതക സിലിണ്ടർ പ്രതിസന്ധി വലിയ രൂക്ഷമായതോടെ എറണാകുളത്തെ മിക്ക ഹോട്ടലുകളും അടച്ചു തുടങ്ങിയിട്ടുണ്ട്. നാളെയോടെ ഹോട്ടലുകളൊക്കെ പൂട്ടേണ്ടി വരുമെന്നാണ് പറയുന്നത്. ബേക്കറി അസോസിയേഷനും ബേക്കറികൾ അടച്ചിടേണ്ടി വരുമെന്ന് പറയുന്നു. ഈ ആശങ്ക അല്ലെങ്കിൽ പ്രതിസന്ധി വന്നതോടുകൂടി തന്നെ ഗാർഹിക ഉപഭോക്താക്കൾക്കും വലിയ തോതിലുള്ള പ്രതിസന്ധിയാണുള്ളത്. തങ്ങളും ഇത്തരം ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുമോ എന്ന്. നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എറണാകുളം തൃപ്പൂണിത്തുറ പുതിയകാവിലുള്ള ഷെൽബി ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ചേച്ചി, വലിയ ആശങ്ക ഉണ്ടോ? പ്രത്യേകിച്ച് ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി. അപ്പോൾ വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യത നിന്നു പോകുമെന്നൊരു പേടിയുണ്ടോ? തീർച്ചയായും വളരെ നല്ല ആശങ്ക തന്നെയുണ്ട്. ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്യാസിൻ്റെ ഉപയോഗം നമുക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് വളരെയധികം ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണത്. ഇപ്പം ഗ്യാസിന്റെ ഉപയോഗം, ഈ വാർത്തകളൊക്കെ വന്നതിന് തുടങ്ങി പിന്നെ ഗ്യാസിന്റെ ഉപയോഗം കുറച്ചിട്ടുണ്ടോ? വളരെയധികം കുറച്ചിട്ടുണ്ട്. നേരത്തെ ആയിരുന്നു കുറേ നാൾ മുമ്പ് നമ്മൾ വെള്ളം വരെ ഗ്യാസിൽ ചൂടാക്കുന്നത്. ഇപ്പം നമ്മൾ ആ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറച്ച്. കുട്ടികളോടാളും പറഞ്ഞു ചൂടുവെള്ളം ഇല്ല, നല്ല ചൂടുള്ള സമയമാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇപ്പം മെയിനായിട്ട് പാചകത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഗ്യാസ്. നമുക്കൊരു സിലിണ്ടർ വാങ്ങിച്ചാൽ എത്ര ദിവസമായിരിക്കും ആ സിലിണ്ടർ ഉപയോഗിക്കാനാവുക? നമ്മൾ ഏകദേശം ഒരു 20-25 ദിവസം അത്രേ ഉള്ളൂ. അതിൻ്റെ ആവശ്യകത നമുക്ക് വരാറുള്ളൂ സാധാരണ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഈ വാർത്തകളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഏജൻസികളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു? ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഇവിടെ ഗ്യാസ് തീർന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. ഇതുവരെ അവർ ഒരു കാരണവശാലും ഒരു ഡിലേ ഒന്നും വന്നിട്ടുണ്ടായില്ല. പക്ഷേ ഇനിയിപ്പോൾ അറിയില്ല നമുക്ക് അവരെ ഇന്നത്തെ ഒരു ബുക്കിങ്ങിൽ എങ്ങനെയാണെന്നുള്ളത്, എത്ര താമസം വരും എന്നുള്ളതൊക്കെ. ഷെൽബി ചേച്ചിയുടെ അമ്മ കൂടി ഇവിടെയുണ്ട്. അപ്പം അമ്മ, എന്ത് തോന്നുന്നു? ഈ ഒരു പ്രശ്നം വലിയ ആശങ്കയുണ്ടോ? ഭയങ്കര ആശങ്കയാണ്. കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടണം, മോനും ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആശങ്ക തന്നെയാണ്. ഗ്യാസ് കിട്ടൂല എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയാണ് ഈ വീട്ടുകാരുമൊക്കെ വലിയ പേടിയിലും ആശങ്കയിലുമൊക്കെയാണ്. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകണം. അവർക്കപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവൊക്കെ കുറച്ച് നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാൻ വീടുകളിലാകില്ല. അപ്പോൾ വലിയ ആശങ്ക അവർക്കുമുണ്ട്. നിലവിൽ ഒരു പേടിക്കേണ്ട ഒരു പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത്. പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഹോട്ടലുകളും ബേക്കറികളും ഒക്കെ നിലവിൽ നേരിടുന്ന ഒരു പ്രശ്നം അതുണ്ടാകുമോ എന്നൊരു ആശങ്ക നിലവിൽ ഈ ഗാർഹിക ഉപഭോക്താക്കൾക്കുമുണ്ട്.